ഒരു ജോസഫ് പാംപ്ലാനി എന്ന് പറയുന്ന നമ്മുടെ ഒരു ബിഷപ്പുണ്ട്. നിങ്ങളൊക്കെ പത്രത്തിലൊക്കെ വായിച്ച് കാണും. ഈ റബ്ബറിൻ്റെ കാര്യങ്ങൾ ഒക്കെ പറഞ്ഞ് വലിയ വിവാദമൊക്കെ ആയിരിക്കുന്നത്. ഇദ്ദേഹം എൻ്റെ ഒരു നല്ല സുഹൃത്താണ്. അപ്പോൾ ഞാൻ ഒരു പരിപാടിക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചു. അപ്പോൾ വന്നു കഴിഞ്ഞ് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. ബിഷപ്പായതിന് ശേഷം ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു കൊല്ലം മുന്നേ അദ്ദേഹം പറഞ്ഞിരിക്കുന്നൊരു കാര്യം നമ്മളൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള മറ്റൊരു അച്ഛനെയും ഇവരുടെ സഭയിൽ നിന്ന് ബെൽജിയത്തിലേക്ക് പ്രത്യേക കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി അയച്ചു. ബെൽജിയത്തിൽ എന്തിനാണ് ആ കോഴ്സ് എന്ന് ചോദിച്ചാൽ, ഇവരുടെ സഭയിലൊക്കെ പ്രത്യേകമായിട്ട് നല്ല അറിവുകൾ കിട്ടാനും പഠിക്കാനും ഒക്കെയുള്ള നല്ല ഒരു കോഴ്സിലേക്ക് അയച്ചു. ആ കോഴ്സിലേക്ക് അദ്ദേഹം ചെന്നപ്പോൾ അവിടെ പല ക്ലാസ്സുകളും ഇങ്ങനെ നടക്കുന്നതിൽ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ലോകത്തിൽ ഈ രക്തച്ചൊരിച്ചിലുകളില്ലാതെ, രൂക്ഷമായ വിപ്ലവമില്ലാതെ വലിയ മാറ്റങ്ങൾ ഇടയാക്കിയ, ആ മാറ്റങ്ങൾ, ഗംഭീരമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ലോകത്തിലെ മഹാന്മാരെക്കുറിച്ച് ആന്ത്രപ്പോളജിസ്റ്റായിട്ടുള്ള ഒരാൾ, ആ രീതിയിലുള്ള വലിയൊരു പ്രൊഫസർ അമേരിക്കയിൽ നിന്നും വന്ന് ക്ലാസ് എടുക്കുകയാണ്. അപ്പോൾ ആ ക്ലാസ്സുകളൊന്നും ഒരു കാരണവശാലും വീഴ്ചയില്ലാതെ അറ്റൻഡ് ചെയ്യേണ്ട ക്ലാസ്. അങ്ങനെ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞ് അയാൾ ക്ലാസ് എടുത്തത് ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ചിട്ടുള്ള ക്ലാസ്സാണ്. ശ്രീനാരായണൻ ഫ്രം ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് ഈ ക്ലാസ് തുടങ്ങിയത്. ക്ലാസ്സൊക്കെ ഗംഭീരമായിട്ട് എടുത്ത് ഇവിടെയുള്ള ഈ അൺടച്ചബിലിറ്റി ഒഴിവാക്കിയതും, അതായത് തൊട്ടുകൂടലും തീണ്ടിക്കൂടായ്മയും ഒക്കെ ഒഴിവാക്കിയതിനെക്കുറിച്ചൊക്കെ ഘോരഘോരം ക്ലാസ് എടുത്തിട്ട് അയാൾ പോകുന്ന വഴിയിൽ ഇയാളുടെ കൂടെയുള്ള അച്ഛൻ എല്ലാ ക്ലാസ് കഴിഞ്ഞാലും നമുക്കറിയാമല്ലോ ചർച്ചയുണ്ടാവും. ആ ചർച്ചയ്ക്കുള്ള ഒരു സമയത്ത് ഈ കൂടെയുള്ള അച്ഛൻ ഈ വന്ന പ്രൊഫസറോട് ചോദിച്ചു, ഇന്ത്യയിൽ നിന്നുള്ള മഹാനായിട്ട് ശ്രീനാരായണ ഗുരുദേവനെയാണ് കാണുന്നതെങ്കിൽ, ശ്രീനാരായണനെയാണ് കാണുന്നതെങ്കിൽ അവിടെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതലായിട്ടുള്ള അദ്വൈതി എന്ന് പറയുന്നത് ശങ്കരാചാര്യരല്ലേ എന്നൊരു ചോദ്യം ഈ അധ്യാപകനോട് ചോദിച്ചു, വന്ന പ്രൊഫസറോട്. ഒരു മടിയുമില്ലാതെ ആ പ്രൊഫസർ അതിനൊരു മറുപടി പറഞ്ഞു. ഇന്ത്യയിൽ നിന്നുള്ള വലിയ അറിയപ്പെടുന്ന അദ്വൈതി എന്ന് പറയുന്നതൊക്കെ ശങ്കരനാണെങ്കിലും അവിടെ ഒരു വ്യത്യാസമുണ്ട്. തനിക്ക് മുന്നിലേക്ക് നടന്നു വന്ന ചണ്ടാളനെ കണ്ടപ്പോൾ വഴി മാറിപ്പോ ചണ്ടാള എന്ന് ശങ്കരന് പറ്റിയ അബദ്ധം ശ്രീനാരായണന് പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഈ സബ്ജക്റ്റിന് വേണ്ടി ശ്രീനാരായണനെ തിരഞ്ഞെടുത്തത്, ഇന്ത്യയിൽ നിന്നുള്ള മഹാൻ എന്നുള്ള രീതിയിൽ എന്ന് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ മഹാനെക്കുറിച്ചാണ് ഇവിടെ ക്ലാസ് നടക്കുന്നതെന്ന് നമ്മൾ ആലോചിക്കണം. ഈ പാമ്പ്ലാനി പോകുമ്പോൾ എനിക്കൊരു കൊട്ടും കൊട്ടി. കാരണം അയാൾ പറഞ്ഞ്, എൻ്റെ നാട്ടിലുള്ള ഇത്രയും വലിയ ഒരു ഗുരുവിനെ മനസ്സിലാക്കാനുള്ള പണിയൊന്നും നിങ്ങൾ എടുത്തില്ലല്ലോ. നിങ്ങളൊക്കെ എടുത്തെങ്കിലല്ലേ ഞങ്ങൾ അറിയുള്ളൂ. ഞങ്ങൾ ഞങ്ങളുടെ ക്രിസ്തുവിനെയൊക്കെ കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അറിയിക്കാനുള്ള സംവിധാനം ഇല്ലാതെ പോയല്ലോ എന്ന് ഞാൻ പരിതപിക്കുന്നു എന്നും കൂടെ പറഞ്ഞാണ് അയാൾ വേദി വിട്ടത് എന്നും കൂടി നമ്മൾ അറിയണം.